ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഡൂസ് വേൾഡ്. ഇന്ന് ഈ ക്വാറന്റൈൻ ടൈമിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എങ്ങനെ ഒരു റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാം എന്നൊരു ബിഗിനേഴ്സ് മെത്തേഡ് സോൾവ് ചെയ്യാനുള്ള ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ 1 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ സോൾവ് ചെയ്യാറ്. ആദ്യം ഇത് ചെയ്യുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രാക്ടീസ് വഴി അത് 1 മിനിറ്റ് ആക്കാം. അപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ റുബിക്സ് ക്യൂബ് എങ്ങനെ സോൾവ് ചെയ്യുന്നത് പറയുന്നതിന് മുമ്പ് നമുക്ക് റുബിക്സ് ക്യൂബുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക്കായ കാര്യങ്ങൾ അറിയാനുണ്ട്. ആ ബേസിക്കായ കാര്യങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം കുറച്ച് റുബിക്സ് ക്യൂബുമായി ബന്ധപ്പെട്ട കുറച്ച് മൂവ്സും കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റുബിക്സ് ക്യൂബിൻ്റെ ബേസിക്കായ കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ റുബിക്സ് ക്യൂബ് എന്ന് പറയുന്നത് ഒരു 6 ഫേസ് ഉള്ള ഒരു സോളിഡാണ്. റുബിക്സ് ക്യൂബ് 6 കളേഴ്സ് ആയിരിക്കും ഓരോ ഫേസിനും ഉണ്ടാവുക. ഇതിൽ ഓരോ ഫേസിലും ഓരോ സെൻറ്റർ പീസ് ഉണ്ടാവും. അതായത് ഇതുപോലെ സെൻറ്റർ പീസ്, ഈ ഫേസിലെ സെൻറ്റർ പീസ് ഇതാണ്, ഈ ഫേസിൽ സെൻറ്റർ പീസ്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയാനുള്ളത്, ഈ സെൻറ്റർ പീസുകൾ തമ്മിൽ മൂവ് ചെയ്യൂല. അതായത് ഈ വൈറ്റ് സെൻറ്റർ പീസിൻ്റെ എപ്പോഴും ഓപ്പോസിറ്റ് കളർ യെല്ലോ സെൻറ്റർ പീസ് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രീൻ ഫേസിൻ്റെ സെൻറ്റർ പീസായ ഗ്രീനിൻ്റെ ഓപ്പോസിറ്റ് കളറായ ബ്ലൂ എപ്പോഴും അത് തന്നെ ആയിരിക്കും. അത് നമുക്ക് റുബിക്സ് ക്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കോർ പീസ് ബാക്കി വരും. ആ കോർ പീസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും ഇത് തമ്മിൽ ചേഞ്ച് ആവില്ല. എപ്പോഴും റുബിക്സ് ക്യൂബിൻ്റെ സെൻറ്റർ പീസുകൾ മാറാതെ ആയിരിക്കും കാണുക. അപ്പോൾ നമുക്ക് ഇനി റുബിക്സ് ക്യൂബിൻ്റെ മൂവ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് റുബിക്സ് ക്യൂബിൻ്റെ വേറൊരു കാര്യം പറയാനുള്ളത്, സെൻറ്റർ പീസ് അല്ലാത്ത റുബിക്സ് ക്യൂബിന് വേറെ എഡ്ജ് പീസ് ഉണ്ട്. എഡ്ജ് പീസ് എന്ന് പറയുമ്പോൾ ഇതാണ് എഡ്ജ് പീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഒരു ബ്ലൂ ഫേസ് ആണല്ലോ. അപ്പോൾ ഈ ബ്ലൂ ഫേസിൻ്റെ സെൻറ്റർ പീസ് ഇതാണ്. എഡ്ജ് പീസ് ഇത് പിന്നെ ഈ കോർണർ പീസ് എന്ന് പറയുന്നത് 4 ഈ കോർണർ പീസുകളാണ്. അതുപോലെ എക്സാമ്പിൾ ആയിട്ട് ഈ ഫേസ് എടുക്കാം. ഈ റെഡ് ഫേസിൽ ഒരൊറ്റ സെൻറ്റർ പീസ് ഉണ്ടാവുള്ളൂ. അത് ഇതാണ്. അതിന് ശേഷം 4 എഡ്ജ് പീസ് ഉണ്ടാവും. എഡ്ജ് പീസ് ഈ 4 എഡ്ജ് പീസുകൾ. പിന്നെ കോർണർ പീസ് എന്ന് പറയുന്നത് ഈ 4 കോർണർ പീസുകളാണ്. അങ്ങനെ ഓരോ ഫേസിനും ഇങ്ങനെ ഉണ്ടാവും. പിന്നെ എഡ്ജ് പീസിൽ 2 കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇപ്പോൾ ഈ എഡ്ജ് പീസിന് ഗ്രീൻ വൈറ്റ് കളേഴ്സാണ് ഉണ്ടാവുക. പക്ഷേ കോർണർ പീസിന് 3 കളേഴ്സ് ഉണ്ടാവും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൽ കാണാം യെല്ലോ, ഗ്രീൻ, റെഡ് കളേഴ്സായി ഈ കോർണർ പീസിന് ഉള്ളത്. പക്ഷേ സെൻറ്റർ പീസിന് ആകെ ഉള്ളത് ഒരൊറ്റ കളറാണ്. അതായത് ഒരു ഫേസിനുള്ള സെൻറ്റർ പീസിൻ്റെ ആ കളറ്. അപ്പോൾ നമുക്കിനി ഇമ്പോർട്ടൻ്റ് ആയ റുബിക്സ് ക്യൂബിന് എന്തൊക്കെ ആവശ്യമായിട്ടുള്ള മൂവ്സ്, അതായത് ഫ്രണ്ട്, റൈറ്റ് എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങൾ ഉണ്ട്. അതൊക്കെ നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് ആയ മൂവ്സ് ഞാൻ പറഞ്ഞു തരാം. R എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡ്, ഇപ്പോൾ ഈ ഓറഞ്ച് ഫേസിൻ്റെ റൈറ്റ് സൈഡ് ആയിട്ടില്ല, ഇപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ആയിട്ടില്ല, ഈ റൈറ്റ് സൈഡ് R എന്ന് പറയുമ്പോൾ R ഇങ്ങനെയാണ്. അപ്പോൾ R2 എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം ഈ R അങ്ങനെയാണ്. പിന്നെ R' എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് നേരെ ഓപ്പോസിറ്റ് മൂവ് ഇങ്ങനെ. അപ്പോൾ R'2 എന്ന് പറയുമ്പോൾ 2 ടൈംസ് R', അതായത് ഇതുപോലെ. ഇനി നമുക്ക് ലെഫ്റ്റ്, അതായത് L എങ്ങനെ പറഞ്ഞുതരാം. L എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി L' എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റായ L' ഇങ്ങനെ. ഇതൊക്കെ റുബിക്സ് ക്യൂബിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ, റുബിക്സ് ക്യൂബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് അൽഗോരിതംസ് ഉണ്ടാവും. അത് അധികമൊന്നുമില്ല. ബിഗിനേഴ്സ് മെത്തേഡിൽ അൽഗോരിതംസ് കുറവാണ്. ഈ അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. ഈ അൽഗോരിതംസ് ഈ അനൊട്ടേഷൻസിലായിരിക്കും, LARF എന്നൊക്കെ പറഞ്ഞ അനൊട്ടേഷൻസിലായിരിക്കും വരിക. അപ്പോൾ ആ അനൊട്ടേഷൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. ഇനി നമുക്ക് അടുത്ത മൂവ്സിലേക്ക് പോകാം. അതായത് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഈ ഓറഞ്ച് സൈഡിൻ്റെ ഫ്രണ്ട്, ഈ ഫ്രണ്ട് സൈഡ് F എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും. ക്യാപിറ്റൽ ലെറ്റർ F ആണ്. എല്ലാവരും ക്യാപിറ്റലാണ്, സ്മോൾ വേറെയാണ്. സ്മോൾ നമുക്കിപ്പോൾ ആവശ്യമില്ല. F എന്ന് പറയുമ്പോൾ സിമ്പിളി ഇങ്ങനെ. ഇനി F' എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയ ഇങ്ങനെ.
ഇങ്ങനെയാണ് എഫ് ഡാഷ്. പിന്നെ ബി, അതായത് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ട് എന്ന് പറയുന്നതാണല്ലോ. ബാക്ക് പറയുമ്പോൾ നേരെ ഇവിടെ ആയിരിക്കും, ഈ മിഡിലല്ല, ഈ ഭാഗത്തെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആയിരിക്കും വരിക. ബാക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, അതായത് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണല്ലോ. അപ്പോൾ ബാക്ക് എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ ഇങ്ങോട്ട് വരില്ല, ബാക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ വരിക. ബാക്ക് ഡാഷ് എന്ന്, അത് ബി ഡാഷ് എന്ന് പറയുമ്പോൾ ഒക്കെ ക്യാപിറ്റലാണ്. ബി ഡാഷ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്. ഇനി അടുത്ത 3 പറഞ്ഞാൽ ഡൗൺ ആണ്. ഡൗൺ പറയുമ്പോൾ ഈ ഫേസിൻ്റെ ഡൗൺ എന്ന് പറയുമ്പോൾ ഇതാണ് ഡൗൺ പ്രൈം എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ഡൗൺ പ്രൈം അല്ലെങ്കിൽ ഡൗൺ ഡാഷ്. അങ്ങനെ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു 3 പറഞ്ഞാൽ അപ്പ്, അതായത് യു, ക്യാപിറ്റൽ ലെറ്റർ യു എന്ന് പറയുമ്പോൾ യു ഇങ്ങനെ ആയിരിക്കും. ഇപ്പോൾ 2U എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് യു പ്രൈം എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയി എങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് റുബിക്സ് ക്യൂബിൻ്റെ ബേസിക് ആയിട്ടുള്ള മൂവ്സ്. ഈ യു എന്ന് പറയുന്നത് നമുക്ക് യു എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്നതും എഫ് എന്ന് പറയുന്നതും ഒക്കെ നമുക്ക് ഈ ബിഗിനേഴ്സ് മെത്തേഡിൽ ഇമ്പോർട്ടൻ്റ് ആയതാണ്. പക്ഷേ എല്ല് ബാക്ക് ഡൗണ് ഒന്നും അപ്പോൾ നമുക്ക് ഈ ബിഗിനേഴ്സ് മെത്തേഡിൽ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഇമ്പോർട്ടൻ്റ് ആയ മൂവ്സ് ആദ്യം പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിൻ്റെ എങ്ങനെ സോൾവ് ചെയ്യാമെന്നതിലേക്ക് വരിക. അപ്പോൾ ആദ്യം ഇതൊക്കെ ക്ലിയർ ആക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇതിൻ്റെ റുബിക്സ് ക്യൂബ് എങ്ങനെ കംപ്ലീറ്റ് ആയി സോൾവ് ചെയ്യുന്നതെന്ന് കാണുക. അപ്പോൾ നമ്മൾ റുബിക്സ് ക്യൂബ് ഇനി സോൾവ് ചെയ്യാമെന്ന് എങ്ങനെ നോക്കാൻ പോകുന്നത്. അപ്പോൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ റുബിക്സ് ക്യൂബ് ഫുള്ള് സ്ക്രബിൾ ചെയ്യണം. അതായത് ഇതിൻ്റെ ഇപ്പോൾ കറക്റ്റായി നിൽക്കുന്ന ഈ റുബിക്സ് ക്യൂബ്, അതായത് സോൾവ്ഡ് ആയത് അൺസോൾവ്ഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനായി ഞാൻ എൻ്റെ അനിയത്തിയുടെ കയ്യിൽ റുബിക്സ് ക്യൂബ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അൺസോൾവ് ചെയ്തിട്ട് ട്രിക്ക് വെച്ചിട്ട് സോൾവ് ചെയ്ത് പറയാതെ വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അനിയത്തിയുടെ കയ്യിൽ ക്യൂബ് കൊടുക്കുകയാണ്. ഞാൻ നന്നായിട്ട് സ്ക്രബിൾ ചെയ്യുന്നുണ്ട്, എന്നാലും അവനെ കുറച്ച് ബുദ്ധിമുട്ടാവും സോൾവ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് എങ്ങനെ ഇത് സോൾവ് ചെയ്യാന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച ശേഷം മൂവ്സൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, എങ്ങനെ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയ വീഡിയോ ആയിരിക്കും. അതായത് ഒന്നും റുബിക്സ് ക്യൂബിനെ പറ്റി അറിയാത്ത ആൾക്കാർക്ക് ആണിത് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അതായത് ഒന്നും റുബിക്സ് ക്യൂബിനെ പറ്റി ഇതുവരെ അറിയാത്ത ബേസിക് ആയിട്ടുള്ളൊരു സോൾവിങ് ആണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് സോൾവ് ചെയ്താൽ പഠിക്കാം. അപ്പോൾ ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ നമ്മൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ 3 സ്റ്റെപ്സ് ആണ്. അതായത് 3 സ്റ്റെപ്സിനുള്ളിലാണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്യുന്നത്. 3 സ്റ്റെപ്പ്, അതായത് ഫസ്റ്റ് ലെയർ ഇത്, സെക്കൻഡ് ലെയർ ഇത്, തേർഡ് ലെയർ, അതായത് 3 ലെയറും 3 സ്റ്റെപ്പിൽ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറിലേക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പോകാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സോൾവ് ചെയ്യുമ്പോൾ വൈറ്റിൻ്റെ ക്രോസ് ഉണ്ടാക്കുന്നതാണ്. അതായത് വൈറ്റിൻ്റെ ക്രോസ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയ രൂപമാണിത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈറ്റിൻ്റെ ഒരു ക്രോസ് ഉണ്ടാക്കുക. അതായത് 3 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ 3 സ്റ്റെപ്പിൽ അതിൻ്റെ സബായിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഇതൊക്കെ പാടെ കൂട്ടിയിട്ടാണ് 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ സബ് സ്റ്റെപ്പ് തന്നെയാണ് വൈറ്റിൻ്റെ ഒരു ക്രോസ് ഉണ്ടാക്കുക. സെയിം ടൈം ഈ വൈറ്റിൻ്റെ ഓരോ വൈറ്റ് എഡ്ജ് പീസിൻ്റെ കൂടെയുള്ള കളറിൻ്റെ സെൻറ്റർ പീസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഇവിടെ സെൻറ്റർ പീസായി കണക്റ്റഡ് ആണ്, സെൻറ്റർ പീസ് അത് സെയിം കളറാണ്, ഈ എഡ്ജിൻ്റെ കൂടെയുള്ള സെയിം കളർ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് വൈറ്റ് ക്രോസ് നേരത്തെ കണ്ട പോലെ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റുബിക്സ് ക്യൂബ് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് സെൻറ്റർ പീസ് നോക്കുക. യെല്ലോ സെൻറ്റർ പീസിൻ്റെ ഭാഗത്താണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ആദ്യം. അതായത് വൈറ്റിൻ്റെ ചുറ്റും നമ്മൾ എല്ലാ വൈറ്റ് എഡ്ജുകളും കൊണ്ടുവരിക. അതിനുശേഷം സെൻറ്റർ പീസുമായി കണക്ട് ചെയ്ത് ഈ വൈറ്റിലേക്ക് നമ്മൾ എത്തിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ യെല്ലോക്ക് ചുറ്റും കൊണ്ടുവരാനുള്ള 4 എഡ്ജ് പീസ് എവിടെയൊക്കെയാണെന്ന് ഞാൻ ഈ ക്യൂബിൻ്റെ വെച്ച് പറഞ്ഞുതരാം. ഒന്നിതാണ്, ഒന്നിത്, പിന്നെ ലാസ്റ്റായിട്ടുള്ള ഇത്,
ഇതൊക്കെ ഇതിന് ചുറ്റും കൊടുന്നതിന് ശേഷം ഈ വൈറ്റിന് ചുറ്റും കൊണ്ടുവരണം. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. ഇത് നമുക്ക് നോക്കുമ്പോൾ ഇത് ഓൾറെഡി ഇതിൻ്റെ സെൻറ്റർ പീസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇതാണ് അടുത്ത പീസ്. ഇതെങ്ങനെ ഇതിന് സെൻറ്റർ പീസുമായി കണക്ട് ചെയ്യാം? ഇത് ഇപ്പോൾ ഫസ്റ്റ് ലെയറിലാണ് നിൽക്കുന്നത്. ഫസ്റ്റ് തേർഡ് ലെയറിലേക്ക് ആക്കുക. തേർഡ് ലെയറിലേക്ക് ആക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പീസ് നമ്മൾ സെർച്ച് ചെയ്യാം. സെൻറ്റർ പീസ് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സെൻറ്റർ പീസ്. ഈ സെൻറ്റർ പീസ് എങ്ങനെ ഈ വൈറ്റ് പീസ് സെൻറ്റർ പീസിലേക്ക് എത്തിക്കാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ വൈറ്റ് എടുത്തിട്ട് ഇവിടേക്ക് വെക്കുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ ഗ്രീൻ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാം 2 എഡ്ജും സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്തത് കാണാം. ഇതെങ്ങനെയെന്ന് വെച്ചാൽ ഒന്നും കൂടി അടുത്ത് 2 ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും അത് മനസ്സിലാകും. അപ്പോൾ ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. ഇതാ ഇവിടെ ഒരു വൈറ്റ് എഡ്ജ് പീസ് ഉണ്ട്. ഈ എഡ്ജ് പീസ് എങ്ങനെ? ഇതിൻ്റെ എഡ്ജ് പീസിൻ്റെ ഒപ്പമുള്ളത് ഓറഞ്ച്. ഈ ഓറഞ്ചും ഇവിടെയാണ് ഇത് വരേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഓറഞ്ച് ജസ്റ്റ് ഇതിന്ന് ഇങ്ങനെ ആക്കുക, ഇൻസേർട്ട് ചെയ്യുക, തിരിച്ച് ഈ ഓറഞ്ച് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാ 4 വേണ്ടിയെടുത്ത് 3 അതിനൊന്നും കൂടി കൊടുന്നാൽ മതി. അത് എവിടെ നോക്കാം. ഇതാ ഇവിടെയാണ് ഉള്ളത്. നേരത്തെ അടിയിലായിരുന്നു, ഇപ്പോൾ സോൾവ് ചെയ്തപ്പോൾ ഇത് മുകൾക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ഒപ്പമുള്ളത് റെഡാണ്. ഈ റെഡ് കളർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെയാണ് കിടക്കുന്നത്. ഇതെങ്ങനെ നമുക്ക് ഇത് എത്തിക്കാം ഇങ്ങോട്ട്? അതായത് നമ്മളിപ്പോൾ ഈ ഇതിൽ ഒരു ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക, ഇങ്ങനെ ഇതിന് ശേഷം ഇങ്ങനെ ചെയ്യുക, ഇത് ഇൻസേർട്ട് ചെയ്യുക, സെയിം ടൈം നമ്മൾ ഇത് സെൻറ്ററിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം എല്ലാ വൈറ്റും അതിൻ്റെ എഡ്ജ് പീസുകൾ സെൻറ്ററുമായി കണക്ട് ചെയ്തത്. ഇനി നമുക്കിത് ഈസി ആയിട്ട് മറ്റേ സ്റ്റെപ്പിലേക്ക് എത്തിക്കാം. അതായത് ഈ യെല്ലോ സെൻറ്റർ പീസിൽ നിന്നും വൈറ്റിലേക്ക് എങ്ങനെ കൊണ്ടുവരണം? ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഈ വൈറ്റ് ഇങ്ങോട്ട് എത്തിക്കണം. ജസ്റ്റ് എത്തിയില്ലേ? അതേപോലെ എത്തി. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകാം. നമ്മൾ വൈറ്റ് ക്രോസ് ഉണ്ടാക്കി സെൻറ്റർ പീസുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആക്കണം. അതായത് ഇവിടെ ഈ വൈറ്റ് ക്രോസ് കാണുമ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തും വൈറ്റ് കൊണ്ടുവരണം. ഈ വൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഈ 4 വൈറ്റാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഈ 4 വൈറ്റ് എല്ലാതും നമ്മുടെ അപ്പർ ലെയറിലാണ് കിടക്കുന്നത്. ഈ അപ്പർ ലെയറിൽ എങ്ങനെ ഇവിടെ വെക്കും? സെയിം ടൈം കോർണർ പീസ് കറക്റ്റായി ഓറിയൻ്റ് ആയതിനു ശേഷം ഈ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആകുന്നത് ഒരു മെത്തേഡാണ്. അതിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മൾ ഈ വൈറ്റ് ക്രോസ് കംപ്ലീറ്റ് ചെയ്തത് അടിയിലേക്ക് വെക്കാം. അതായത് അത് ഡൗൺ ആക്കി വെക്കാം. ഇപ്പോൾ ആ വൈറ്റ് പീസ് അടിയിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യൂബിന് കാണുക. അപ്പോൾ നമ്മൾ ഈ അപ്പർ ലെയറിൽ ഒരു വൈറ്റ് ഉണ്ട്. ഈ കേസിൽ നമ്മൾ 3 കേസ് വരാനുണ്ട്. അതായത് 3 കേസ് വരാനുണ്ട്. അതിൽ ഫസ്റ്റ് കേസ് ആകെ ഈ അപ്പർ ലെയറിൽ വരുന്ന കേസ് ഇപ്പോൾ ഇത് കാണുന്നുള്ളൂ. വേറെ കേസ് ഞാൻ ഉറപ്പായി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഈ വൈറ്റ്, അതായത് വൈറ്റ് ക്രോസ് അടിയിലാണ്. ഈ വൈറ്റ് അപ്പർ ലെയറിൽ ഈ വൈറ്റിൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സ് ആരാണ്? ഗ്രീൻ, റെഡ്. ഈ ഗ്രീൻ റെഡിനെ എങ്ങനെ നമുക്ക് ഡൗണിലേക്ക് എത്തിക്കാം? അതായത് ഈ ഗ്രീൻ റെഡ് ഉള്ള ഭാഗത്തേക്ക് നമുക്ക് ഇത് കൊണ്ടുപോകാം. അത് ഗ്രീനും റെഡും എവിടെ ഉള്ളത്? ഗ്രീനും റെഡും, അതായത് റെഡ് ഗ്രീൻ ഈ പാർട്ടിലേക്ക് ഈ പീസിനെ ജസ്റ്റ് ഒരു മൂവിലെത്തിക്കുക. അപ്പോൾ ഈ ഗ്രീന് ഇവിടെ എത്തി, റെഡ് ഇവിടെ എത്തി. ഇനി ജസ്റ്റ് നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്യുക. അതായത് ഇക്വേഷൻ അല്ല, ജസ്റ്റ് വേണമെങ്കിൽ ഇക്വേഷൻ ഇല്ലാത്തതും ചെയ്യാം. അത് ജസ്റ്റ് ഇത് അപ്പ് ചെയ്യുക. അതായത് എൽ ഡാഷ് യു പ്രൈം എൽ. അപ്പോൾ നമുക്ക് കാണാം ഈ വൈറ്റ് ക്രോസ് കൂടെ ഒരു ഇത് കംപ്ലീറ്റ് ആയത്. ഈ അപ്പർ ലെയറിലുള്ള കേസ് ഇതാണ്. ഈ അപ്പർ ലെയറിലുള്ള കേസ് ഞാൻ മുഴുവൻ സോൾവ് ചെയ്ത് കാണിച്ചാൽ നെക്സ്റ്റ് ഇതാണ്. ഇത് എങ്ങനെ എത്തിക്കാം? ബ്ലൂ ഓറഞ്ച്, ഓറഞ്ചും ബ്ലൂവും, ബ്ലൂ ഓറഞ്ച്. ഇതിൻ്റെ ഈ 2 ഇത് ഓറഞ്ച്, ഇത് ബ്ലൂ. ഇതിൻ്റെ അപ്പായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്.
ഇതിലെങ്ങനെ ചെയ്യാം, ജസ്റ്റ് L'(U') L. അപ്പോൾ ഇതും കംപ്ലീറ്റ് ആയി. അങ്ങനെ ഇത് 4 ഞാൻ കംപ്ലീറ്റ് ആക്കാൻ പോവാണ്. അപ്പോൾ എൻ്റെ അനിയത്തി ബാക്കിയുള്ള 2 പീസും കൂടി ഇൻസേർട്ട് ചെയ്യാണ്, അതായത് ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആക്കണം രൂപത്തിൽ. അപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റഡ് ആണ്, വൈറ്റ് കൂടെ ഈ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റഡ് ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആണ്. പക്ഷേ ഈ സെക്കൻഡ് ലെയർ പോകുന്നതിന് മുന്നേ ഫസ്റ്റ് ലെയർ 1 കേസ് മാത്രം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ഈ 2 കേസും കൂടി ബാക്കിയുണ്ട്. ഈ 2 കേസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ റുബിക്സ് ക്യൂബിൻ്റെ 2 കേസ് വേറെ റുബിക്സ് ക്യൂബ് ഒന്നും കൂടി ഞാൻ അൺസോൾവ് ചെയ്ത് നോക്കിയിട്ട് ആ കേസ് വരുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നോക്കിയ 1 കേസ് കംപ്ലീറ്റ് ആയി. ഇനി 2 കേസും കൂടി ബാക്കിയുണ്ട്. 2 കേസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ വൈറ്റ് കോർണർ പീസ് അടിയിൽ വരുന്നത്, നേരത്തെ ചെയ്ത് മൊത്തം അപ്പിലായിരുന്നു, ഇനി ഡൗണിൽ വരുന്നതാണ്. അതായത് ഇതിങ്ങനെ വെക്കുമ്പോൾ ഡൗണിലാണുള്ളത്. ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഡൗണിലുള്ള ഈ കോർണർ പീസ് നമ്മൾ ആദ്യം അപ്പിലേക്ക് ആക്കണം. എങ്ങനെ അപ്പിലേക്ക് ആക്കാം, ജസ്റ്റ് ഒരു 6 ചെയ്താൽ മതി. ഈ 6 ചെയ്തത് അപ്പിലേക്കായി. ഇനി അപ്പിലേക്കാകുമ്പോൾ ഇതിന് അടുത്തുള്ള ഈ റെഡ്, ബ്ലൂ, ഇത് കോർണർ പീസിൻ്റെ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സായ റെഡ്, ബ്ലൂ കളേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് അത് എത്തിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുന്നേ ഇവിടെ വന്ന ഈ കോർണർ പീസ് അല്ലാത്ത എഡ്ജ് പീസ് നമുക്ക് തിരിച്ച് ഇതൊക്കെ എത്തിക്കണം, അല്ലെങ്കിൽ ക്രോസ് തെറ്റായി പോകും. ജസ്റ്റ് നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ച് ഒന്നുകൂടി ചെയ്യാം. ജസ്റ്റ് മാറ്റി വെച്ച് ഇത് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ അത് പൂർണ്ണമായി കൊളാവും. അപ്പോൾ നമുക്ക് ഇത് അപ്പിലേക്ക് എത്തി. അതായത് ഇതിപ്പോൾ അപ്പിലെയാണ്. അപ്പോൾ നമുക്ക് ഇത് ഈ റെഡും ബ്ലൂവും കളേഴ്സുള്ള ഭാഗത്ത് കൊണ്ടുപോകാം. റെഡും ബ്ലൂ കളേഴ്സ് ഇതിന് നടുക്കായിട്ട് വെക്കാം. ഇപ്പോൾ ബ്ലൂ, റെഡ് ഈ കളേഴ്സ് ഇപ്പോൾ കണക്റ്റായി. നമുക്ക് ഇത് നേരത്തെ കേസ് പോലെ പകരം വേറെ കേസാണ്. ഇത് ജസ്റ്റ് ഒരു R ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു U', ഇത് തിരിച്ച് R'. നമുക്ക് തിരിച്ചിത് നമ്മൾ നേരത്തെ കേസത്തെ പോലെ കിട്ടും. നേരത്തെ കേസത്തെ പോലെ കിട്ടും. ഇതേപോലെ ഇവിടെ വെക്കുക, ജസ്റ്റ് സോൾവ് കിട്ടി. ഇനി വേറൊരു കേസ് എന്ന് പറയുന്നത് ഇത് അപ്പിൽ വരുമ്പോഴാണ്. അപ്പിൽ വരുമ്പോൾ, അതായത് അപ്പ് സൈഡിൽ വരുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ ചെയ്തില്ല അതേപോലെ തന്നെ, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഈ ഇതുള്ളത്, ഇതിൻ്റെ കൂടെയുള്ള കളേഴ്സ് നോക്കാം. അതായത് ഓറഞ്ച്, ഗ്രീൻ. ഇത് ഓറഞ്ച് ഗ്രീനിൻ്റെ പ്ലേസിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ വരും. ഈ നേരത്തെ പോലെ തന്നെ ഒരു ഇക്വേഷൻ R'(U') R'. കേസ് കറക്റ്റായി. നേരത്തെ കേസ് ഇൻസേർട്ട് ചെയ്യാം. ഇവിടെ പിന്നെയുണ്ട്, ഇത് നേരത്തെ കേസാണ്, അത് ഫസ്റ്റ് കേസ്. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് 3 സ്റ്റെപ്സിലെ 1 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി ഓൺലി 2 സ്റ്റെപ്സ് ബാക്കിയുള്ളൂ. അതായത് ഇപ്പോൾ കംപ്ലീറ്റ് ആയി. ഈ വൈറ്റും കംപ്ലീറ്റ് ആയി, കൂടെയുള്ള ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. ഈ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയതോടുകൂടി 1/3 സോൾവിങ് കഴിഞ്ഞു. ഇനി 2/3 പാർട്സ് ഉണ്ട്. ഇനി അടുത്തത് ഈ സെക്കൻഡ് ലെയർ. അതായത് ഈ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യുന്നത് 2 ഇക്വേഷനാണ്. 2 അൽഗോരിതം ഉള്ള ഇക്വേഷൻ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ വേറെ 2 അൽഗോരിതം ചെയ്യാനുണ്ട് 2 കേസിൽ. അത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് കടക്കാം. സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാൻ നല്ലൊരു സിമ്പിളാണ്. അപ്പോൾ സെക്കൻഡ് ലെയർ നോക്കാം. സെക്കൻഡ് ലെയറിൽ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. സെക്കൻഡ് ലെയർ നോക്കുമ്പോൾ നമ്മൾ സെക്കൻഡ് ലെയർ നോക്കുമ്പോൾ ഇതേപോലെ വൈറ്റ് അടിയിലായി വെക്കുന്ന രൂപത്തിൽ വെക്കുക. അതിങ്ങനെ നോക്കുക. അപ്പോൾ നമുക്ക് ഈ അപ്പർ ലെയറിൽ, അതായത് ഏറ്റവും മുകളിലത്തെ ഭാഗത്തിൽ യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസ്, അതായത് ഇത് യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസാണ്. ഇവിടെ ഇത് യെല്ലോ ഉള്ള എഡ്ജ് പീസാണ്. ഇത് യെല്ലോ ഇല്ലാത്തത്. ഈ യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസ് വെച്ചിട്ട് നമുക്ക് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസ് ഉണ്ട്, ഗ്രീൻ, റെഡ്. ഇത് നമ്മൾ ഈ ഗ്രീനിൻ്റെ സെൻറ്റർ പീസായി കണക്ട് ചെയ്തു. ഇനി ഒരു ഇക്വേഷൻ ചെയ്യാനുണ്ട്, അത് ഞാൻ പറയാം. ഇക്വേഷന്, അതായത് ഇക്വേഷൻ നമ്മളെ ഈ
റെഡ് കളറിന്റെ സെന്റർ പീസ് ഏത് ഭാഗത്ത് വരുന്നോ അതുമായി ഇക്വേഷൻ ഉണ്ടാകുക. അപ്പോൾ ഈ റെഡ് എവിടെ നോക്കാം. റെഡ് നമ്മളെ ക്യൂബ് പിടിച്ചതിന്റെ റൈറ്റ് സൈഡിലാണോ? അല്ല, റൈറ്റ് സൈഡിൽ ഓറഞ്ച് ആണ്, ലെഫ്റ്റ് സൈഡിൽ റെഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷൻ ചെയ്യാം. ലെഫ്റ്റ് സൈഡത്തെ ഇക്വേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലെഫ്റ്റ് സൈഡത്തെ ഇക്വേഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ചെയ്യാണ്. അതായത് യു പ്രൈം എൽ പ്രൈം യു പ്രൈം എൽ. അപ്പോൾ നമുക്ക് കാണാം ഇത് നേരത്തെ ചെയ്ത കേസത്തെ പോലെ വന്നത് ഈ വൈറ്റ്. അതായത് നേരത്തെ അതേ ഇക്വേഷൻ അല്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇത് രണ്ടും ഈ കളറിന് ചുറ്റും എത്തിക്കുക. അപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഈ പീസ് ഇത് ഓറിയൻ്റായി. അതേപോലെ ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. യെല്ലോ ഇല്ലാത്ത അപ്പർ ലെയറിലെ പീസ് ഇവിടെ ഉണ്ട്. ഇത് എങ്ങനെ ചെയ്യാം? ഇത് ഓറഞ്ച് ബ്ലൂ. ഈ ഓറഞ്ച് നമ്മുടെ ഓറഞ്ചിൻ്റെ സെൻറ്ററായി കണക്ട് ചെയ്യുക. അപ്പോൾ ഓറഞ്ചിൻ്റെ സെൻറ്ററായി കണക്ട് ചെയ്തു. ബ്ലൂ ആണ് ഇതിൻ്റെ ഒപ്പമുള്ള പീസ്. ബ്ലൂ ഏത് സൈഡിലാണ്? ഈ സൈഡിലാണ്. അപ്പോൾ ഇത് വേറെ ഇക്വേഷനാണ്. അത് ആ രണ്ട് ഇക്വേഷൻ്റെ കേസാണ് ഇപ്പോൾ ഈ സെക്കൻഡ് ലെയർ സോൾവ് ചെയ്യാൻ. അതായത് ഇത് ഇക്വേഷന് ആർ അല്ല, ആറിന് മുന്നേ വേറെ ഒന്നുണ്ട്. യു ആർ ഡാഷ്. അപ്പോൾ നമുക്ക് കാണാം ഇത് നേരത്തെ കേസത്തെ പോലെ വൈറ്റ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ജസ്റ്റ് നേരത്തെ കേസത്തെ പോലെ ഇതിങ്ങനെ ചെയ്യാം. അത് നേരത്തെ നമ്മൾ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്തപ്പോൾ ചെയ്ത കേസ്. അപ്പോൾ ഇത് ഓറിയൻ്റ് ആയത് കാണാം നമുക്ക്. ഇതുപോലെ തന്നെ ഇതിൽ യെല്ലോ ഇല്ലാത്ത പീസ് നോക്കി നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ട യെല്ലോ ഇല്ലാത്ത പീസ്, അത് ജസ്റ്റ് ഇക്വേഷൻ ചെയ്യുക. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിലാണ്. അതായത് നേരത്തെ ചെയ്ത ഇക്വേഷൻ വഴി ജസ്റ്റ് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ വേറൊരു സബ് കേസ് ഉണ്ട്, അത് കാണിക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സബ് കേസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഈ അപ്സൈഡായ ഈ ലെയറിൽ നമ്മൾ ഈ എഡ്ജ് പീസിൽ യെല്ലോ അല്ലാത്ത പീസ് ചിലപ്പോൾ ഇവിടെ ലോക്ക്ഡ് ആവാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഉള്ള പോലെ ഈ പീസ് ഈ ഓറഞ്ചും ഗ്രീനും ശരിക്കും ഇവിടെ അല്ല വരേണ്ടത്. പക്ഷെ ഇത് ലോക്ക്ഡ് ആണ്. അതായത് അപ്പർ ലെയറിൽ ഉണ്ടായാൽ നമുക്ക് മറ്റേ കേസ് പോലെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കേസ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇവിടേക്കാണ് കൊണ്ടുവരേണ്ടത്. ശരിക്കും ഈ ഇവിടെ ഇതാണ് ഇതിന് കറക്റ്റ് ഓറിയൻറ്റേഷൻ. ഇവിടെ ഉള്ള ആദ്യം നമ്മൾ ഈ അപ്പർ ലെയറിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രം മറ്റേ നേരത്തെ ചെയ്ത കേസ്, അതായത് 2 കേസ് അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതെങ്ങനെ നോക്കാം. ഇപ്പോൾ നമുക്ക് ആ കേസ് നോക്കാം. ആ കേസ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് ആദ്യം അപ്സൈഡിൽ എത്തിക്കുകയാണ്. അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പിടിച്ച് ചെയ്യുകയാണെങ്കിൽ ആർ ചെയ്തത് അപ്പിലേക്ക് എത്തും. തിരിച്ച് ഈ ലെയർ ഡൗൺ ആക്കാൻ വേണ്ടി ആർ എന്ന് ചെയ്തതിന് ശേഷം യു പ്രൈം വൺ മോർ ടൈം യു പ്രൈം ദെൻ ആർ ഡാഷ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് നമ്മൾ ഈ ഫസ്റ്റ് ലെയറിലെ കേസായ ഈ കേസ് കിട്ടും. ഈ കേസ് നമ്മൾ ചെയ്ത പോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്രത്യേകിച്ച് പറയാനില്ല, അതുകൊണ്ട് ഇത് ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ലോക്ക്ഡ് ആയ പീസ് അപ്പർ ലെയറിലെത്തിയത്. ഈ അപ്പർ ലെയറിലെത്തിയത് നമുക്ക് സിമ്പിളായിട്ട് ഇതിലേക്ക് തിരിച്ച് മറ്റേ കേസ് ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ അനിയത്തി ഇപ്പോൾ സെക്കൻഡ് ലെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനുള്ള ട്രിക്ക് അത് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് അവൾ കംപ്ലീറ്റ് ആക്കുകയാണ്. അപ്പോൾ അവൾ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഏതുവരെ നിങ്ങൾ പഠിച്ചു. അതിന് ശേഷം ഈ രണ്ട് ലെയർ ആണിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പഠിച്ചത്. അതായത് വൈറ്റും ഈ 2 ലെയർ ഇത് കാണുന്ന പോലെ. ഇനി നമ്മൾ ഇത് കാണുന്ന പോലെ ഇനി നമ്മൾ ലാസ്റ്റ് ലെയർ, അതായത് ഈ ലെയർ ഈ അപ്സൈഡും കംപ്ലീറ്റ് ആക്കണം. എല്ലാം കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഈ ലെയറും ആദ്യം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഈ ലെയർ കംപ്ലീറ്റ് ആക്കിയാൽ നമ്മുടെ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ്ലി സോൾവ്ഡ് ആകും. അപ്പോൾ നമുക്ക് അങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് കേസ്
ചെയ്യാൻ പോവാണ്. ലാസ്റ്റ് കേസ് ആയത് ലാസ്റ്റ് ലെയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ 2 ലെയേഴ്സ് കംപ്ലീറ്റ് ആക്കുമ്പോൾ ഒരു ക്രോസ് ഫോം ചെയ്യാം. ഈ കേസിൽ നമ്മൾ ഒരു അൽഗോരിതംസും ചെയ്യേണ്ട, ഇതൊരു ഭാഗ്യമായിട്ടുള്ള കേസാണ്. ഈ കേസ് എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആക്കുമ്പോൾ ഉള്ള സ്റ്റെപ്പ് യെല്ലോൻ്റെ ക്രോസ് ഉണ്ടാക്കണം. ഈ കേസിൽ ഓൾറെഡി അത് ഫോംഡ് ആണ്, അതുകൊണ്ട് ഈ കേസിൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇനി അടുത്ത കേസിലേക്ക് നമുക്ക് പോകാം. അതിൽ യെല്ലോൻ്റെ ക്രോസ് ചെയ്യാൻ ഇക്വേഷൻ ചെയ്യേണ്ടി വരും. ഇത് കേസ് നമ്പർ 2 ആണ്. നമ്മുടെ യെല്ലോൻ്റെ ക്രോസ് ഉണ്ടാക്കുന്നതിൽ കേസ് നമ്പർ 2. ഈ കേസിൽ നമുക്ക് അൽഗോരിതം ചെയ്യാൻ യെല്ലോൻ്റെ ക്രോസ് ഫോം ചെയ്യാൻ. അത് ഇക്വേഷൻ ഞാൻ പറയാം. ക്യാപിറ്റൽ ലെറ്റർ എഫിന് പകരം സ്മോൾ ലെറ്റർ എഫ് ആണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഡബിൾ ലെയേഴ്സ്, അതായത് എഫ് സാധാരണ എഫ് ഇങ്ങനെയാണെങ്കിൽ സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് ഈ 2 ലെയേഴ്സും കൂടിയാണ് ചെയ്യാം. സ്മോൾ ലെറ്റർ എഫ് ആർ യു ആർ പ്രൈം യു പ്രൈം സ്മോൾ ലെറ്റർ എഫ് പ്രൈം. അപ്പോൾ നമുക്ക് യെല്ലോൻ്റെ ക്രോസ് ഫോമായി. ഈ കേസിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് ഒരു യെല്ലോ നമ്മുടെ മുന്നിലേക്കും ഒരു യെല്ലോ നമ്മുടെ ഈ ദിശയിലേക്കും പോകുന്നത്. ഇതങ്ങനെ നമ്മളിങ്ങനെ തന്നെ പിടിച്ച് ചെയ്യണം, എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ യെല്ലോൻ്റെ ക്രോസ് ഫോമായി. നമുക്ക് 3rd കേസിലേക്ക് പോകാം. വേറൊരു കേസ് എന്ന് പറയുന്നത് അത് കേസ് നമ്പർ 3. കേസ് നമ്പർ 3 എന്ന് പറയുന്നത് ഒരു പാരലൽ ആയിട്ടുള്ള ഒരു യെല്ലോ ലൈൻ, അതായത് യെല്ലോൻ്റെ 3 കളേഴ്സ് 3 പീസസ് ഉള്ളത്. പിന്നെ ഈ നിൽക്കുന്ന കോർണർ പീസ് നോക്കണ്ട, എഡ്ജ് പീസ് മാത്രമേ ഈ സോൾവിങ്ങിൽ നോക്കുന്നുള്ളൂ. കോർണർ പീസ് എവിടെയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ 3 ഇത് ഒരു സെയിം ലൈനിൽ വരുന്ന ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് ചെയ്യാൻ പോവാണ്. ക്യാപിറ്റൽ ലെറ്റർ എഫ് ആർ യു ആർ പ്രൈം യു പ്രൈം, ക്യാപിറ്റൽ ലെറ്റർ എഫ് പ്രൈം. അപ്പോൾ നമുക്ക് എല്ലാൻ്റെ ഒരു ക്രോസ് ഉണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് കേസ് നമ്പർ 4ലേക്ക് പോകാം. കേസ് നമ്പർ 4 എന്ന് പറയുന്നത് നേരത്തെ കണ്ട കേസ് നമ്പർ 2 പോലെ തന്നെ ആണ്. പക്ഷേ ഈ പീസ് ഇവിടെ ഉണ്ടാവില്ല. ഈ പീസ് ഉണ്ടാവാത്ത സമയത്തും ഈ യെല്ലോ സെൻറ്റർ പീസും ഈ യെല്ലോ 1 എഡ്ജ് പീസും മാത്രമേ ഉണ്ടാവുക. ഈ പീസ് ഉണ്ടാവില്ല, പകരം വേറെ കളറായിരിക്കും. അപ്പോൾ ഈ കേസ് നമ്പർ 4ൽ ഇപ്പോൾ കേസ് നമ്പർ 4 ഇങ്ങനെ കിട്ടുന്നില്ല ചെയ്തിട്ട്. അപ്പോൾ ഈ കേസ് നമ്പർ 4ലും നേരത്തെ ചെയ്ത പോലെ തന്നെ സ്മോൾ ലെറ്റർ എഫ് ആർ യു പ്രൈം ആർ യു ആർ പ്രൈം യു പ്രൈം സ്മോൾ ലെറ്റർ എഫ് പ്രൈം. അപ്പോൾ യെല്ലോ ക്രോസ് കിട്ടിയിട്ടുണ്ട്. ഈ കേസ് ചെറിയ വ്യത്യാസമുള്ളൂ. ഇവിടേക്ക് പോകുന്ന എഡ്ജ് പീസ് ഉണ്ടാവില്ല, പകരം ഈ യെല്ലോ സെൻറ്റർ പീസും ഒരു എഡ്ജ് പീസും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഈ മെത്തേഡിൻ്റെ അടുത്ത പാർട്ടിലേക്ക് കടക്കാം. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ യെല്ലോ സൈഡ് മുഴുവൻ കംപ്ലീറ്റ് യെല്ലോ ആക്കുകയാണ്. അതായത് യെല്ലോ സൈഡ് ഫുള്ള് സോൾവ് ചെയ്യുക. അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ക്രോസ് കംപ്ലീറ്റ് ആക്കി, അതായത് 4 കേസും വെച്ചിട്ട് ഏതാനും ക്രോസ് ലാസ്റ്റ് കിട്ടും. ഈ ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. കേസ് നമ്പർ 1 ഈ ക്രോസ് ഉള്ളതിലാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഈ കേസിൽ ക്രോസ് മാത്രമാണുള്ളത്, വേറെ ഒരു കോർണർ പീസും ഇല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ കോർണർ പീസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ഫുള്ള് കേസസ് മാറി മാറി വരുന്നത്. ഈ കേസിൽ കോർണർ പീസ് ഇല്ലാത്ത കേസിൽ, വെറും ക്രോസ് മാത്രമുള്ള കേസിൽ നമ്മളിങ്ങനെ സോൾവ് ചെയ്യാൻ എങ്ങനെ പിടിക്കേണ്ടത് വെച്ചാൽ, ഈ സോൾവ് ചെയ്യാൻ ഇങ്ങനെ ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ പിടിക്കുകയാണ്, കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ഈ കോർണർ പീസ് അടിയിലുണ്ടാവും. ഈ കോർണർ പീസ് ഈ സൈഡിലേക്ക് പോണ പോലെ നിൽക്കണം. അതായത് ഇങ്ങനെ നേരെ പിടിക്കുമ്പോൾ ഈ ബ്ലൂ സൈഡ് നേരെ വരുമ്പോൾ ഈ യെല്ലോ പീസ് കളറ് ഈ സൈഡിലേക്ക് പോണ പോലെ വെക്കണം. എന്നിട്ട് നമ്മളൊരു ഇക്വേഷൻ ചെയ്യാണ്. ആർ യു ആർ പ്രൈം യു ആർ 2u ആർ ഡാഷ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി സെയിം ഇക്വേഷൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണം. അതായത് എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഇങ്ങനെ ഒരു കേസ് നമ്മൾ ആക്കണം. അതായത് ഒരു കോർണർ പീസ് മാത്രം വരുന്നത്. ഇനി ഡയറക്റ്റ് ഇക്വേഷൻ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് അല്ലോ ആക്കാം. സെയിം ഇക്വേഷൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ആർ യു ആർ പ്രൈം യു ആർ 2u ആർ പ്രൈം. അപ്പോൾ നമുക്ക് യെല്ലോ കംപ്ലീറ്റ് ആയി. ഇതുപോലെ ഇനി വേറെ കേസുകൾ ഉണ്ട്. അപ്പോൾ ആ കേസിലേക്കൊക്കെ നമുക്ക് പോകാം.
ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതൊരു സ്പെഷ്യലായിട്ടുള്ള കേസാണ്. അതായത് എല്ലാ കേസിൻ്റെയും ലാസ്റ്റ് ഈ കേസ് കിട്ടും. അതായത് ഈ കേസ് ഒരു ഭാഗ്യമുള്ള കേസാണ്. നേരത്തെ യെല്ലോ ക്രോസ് ഓൾറെഡി കിട്ടുന്ന പോലെ തന്നെ ഇതൊരു ഭാഗ്യമുള്ള കേസാണ്. ഈ കേസ് ഓൾറെഡി വന്നാൽ നമുക്ക് ഡയറക്റ്റ് മറ്റേ നേരത്തെ ചെയ്ത അതേ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇനി ഈ കേസ് കിട്ടുമ്പോൾ നമ്മുടെ ഈ പീസ് നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡിന് കറക്റ്റായിട്ട് വരണം. നമ്മൾ ചെയ്യാം ആർ യു ആർ പ്രൈം യു ആർ യു ടു ആർ പ്രൈം. അപ്പോൾ നമുക്ക് ഇതേപോലെ കിട്ടി. ഒന്നും കൂടി ചെയ്ത് നോക്കാം. ആർ യു ആർ പ്രൈം യു ആർ ടു യു ആർ ഡാഷ്. അപ്പോൾ നമുക്ക് യെല്ലോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത കേസിലേക്ക് പോകാം. ഇനി നമുക്ക് തേർഡ് ആൻഡ് ലാസ്റ്റ് കേസായ കേസ് എടുക്കാം. ഈ കേസിൽ ഈ യെല്ലോ ക്രോസിന് പുറമെ 2 കോർണേഴ്സ് കംപ്ലീറ്റ് ആണ്. ഇതുവരെ പറഞ്ഞ കേസിൽ ഒന്ന് യെല്ലോ ക്രോസ് മാത്രമാണ്, അല്ലെങ്കിൽ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും ലാസ്റ്റ് കിട്ടുന്ന തരം കോർണർ പീസ് മാത്രം. ഇതിലിപ്പോൾ 2 കോർണർ പീസ് ഉണ്ട്. ഈ കേസിൽ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അടിയിലേക്ക് നോക്കുക. അതായത് ഈ ലെയറിൻ്റെ തൊട്ട് താഴായിട്ടുള്ള ഇതിനായി ബന്ധമുള്ള ഇതിൻ്റെ എഡ്ജ് പീസുകളും കോർണർ പീസുകളും ഉണ്ടാക്കുന്നത് ആയ പീസുകളിലെ ഫോം ചെയ്ത ലെയർ, അതായത് ഈ ലെയർ നോക്കാം. അതിൽ നമുക്ക് ഒരു യെല്ലോ കോർണർ പീസ് നമ്മുടെ മുന്നിലോട്ട് വരുന്നത്, അതായത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഭാഗത്തായിട്ട് വരുന്ന ഇത് ഈ രൂപത്തിൽ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻ ചെയ്യാം. ആർ യു ആർ പ്രൈം യു ആർ ടു യു ആർ ഡാഷ്. നമുക്ക് നേരത്തെ പറഞ്ഞ എല്ലാത്തിനും ഫൈനലായി കിട്ടുന്ന കേസ് കിട്ടി. ഇനി ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇക്വേഷൻ തന്നെ സെയിം. ആർ യു ആർ പ്രൈം യു ആർ ടു യു ആർ ഡാഷ്. ഒന്നും കൂടി അപ്ലൈ ചെയ്യാം. ഇത് ഒരു പ്രാവശ്യം ചെയ്ത ചിലപ്പോൾ ശരിയാവില്ല, ഒന്നും കൂടി ചെയ്യേണ്ടി വരും. ആർ യു ആർ പ്രൈം യു ആർ ടു യു ആർ ഡാഷ്. ഇതോടെ നമ്മുടെ യെല്ലോ കംപ്ലീറ്റ് ആക്കുന്ന കേസ് കഴിഞ്ഞു. ഇനി ഫൈനൽ ആൻഡ് ലാസ്റ്റ് കേസായ ഈ ലെയർ, അതായത് ഈ ലെയർ കംപ്ലീറ്റ് ചെയ്യുന്ന കേസും കൂടി പറഞ്ഞാൽ മതി. അത് 2 കേസിൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മുടെ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് സോൾവ് ആകും. നമുക്ക് ഇനി അതിലേക്ക് പോകാം. നമുക്ക് ഈ ലെയർ കംപ്ലീറ്റ് ആക്കുന്ന മെത്തേഡ് നോക്കാം. ഇത് പറയുന്നത് ഈ ഇതിൽ 2 കേസാണ്. ഒന്ന് ഹെഡ്ലൈറ്റ്, ഒന്ന് ബാർ, സെക്കൻഡ് ബാർ. ഈ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് നടുവിലെ കളറ് ഡിഫറൻറ്റും ഈ 2 കോർണർ കളേഴ്സ് സെയിം ആയിരിക്കും ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമുക്കൊരു ഹെഡ്ലൈറ്റും കാണാനില്ല, ഒരു ഹെഡ്ലൈറ്റും കാണില്ല. ഇവിടെ 3 സെയിമാണ്. ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഈ നടുവിലെ പീസ് ഡിഫറൻറ്റും ഈ 2 കളേഴ്സ്, അതായത് ഈ 2 ഗ്രീന് സെയിം കളറാകുമ്പോഴാണ് ഹെഡ്ലൈറ്റ്. ഇനി ബാർ എന്ന് പറയുന്നത് 3 കളേഴ്സ് സെയിം ആകുന്നതാണ്. ഈ 3 കളേഴ്സ് സെയിം ആയിട്ട് ഇപ്പോൾ ഇവിടെ കാണാം. അതിനാണ് ബാർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ആദ്യം ഹെഡ്ലൈറ്റ് കിട്ടണം. ഹെഡ്ലൈറ്റ് കിട്ടിയതിനു ശേഷം ബാർ കിട്ടണം. ഈ ബാർ കിട്ടിയിട്ട് പിന്നെ വേറെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റുബിക്സ് ക്യൂബ് പൂർണ്ണമായി കംപ്ലീറ്റ് ആവുക. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് എങ്ങനെ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഈ കേസിൽ ഹെഡ്ലൈറ്റ് നമുക്ക് കാണാനില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഇക്വേഷൻ ചെയ്യണം. ചിലപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റ് ഓൾറെഡി കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന ഹെഡ്ലൈറ്റ് നമ്മൾ പിടിക്കുന്ന ഇപ്പോൾ നമ്മളിങ്ങനെ പിടിക്കുന്ന ബാക്കിലേക്ക് ആ പാർട്ട് വെച്ചിട്ട് ചെയ്യണം. അപ്പോൾ മൊത്തം ഹെഡ്ലൈറ്റ് വരും. എല്ലാ ഭാഗത്തും ഹെഡ്ലൈറ്റ് വരും. ഇതിലിപ്പോൾ ഹെഡ്ലൈറ്റ് ഇല്ലാതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ളൊരു പാർട്ട് ബാക്കിലേക്ക് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഹെഡ്ലൈറ്റ് താഴെ വരും. ഹെഡ്ലൈറ്റ് ഓൾറെഡി വന്നിട്ട് കിട്ടിയ ഹെഡ്ലൈറ്റ് ബാക്കിലേക്ക് വെച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഹെഡ്ലൈറ്റ് കിട്ടണം. ഹെഡ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ചെയ്യാം. നമ്മൾ ഹെഡ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അപ്പോൾ ഹെഡ്ലൈറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നത്. ഇഷ്ടമുള്ള സ്ഥലത്ത് ചെയ്യട്ടെ. ഹെഡ്ലൈറ്റ് വന്നിട്ടില്ലേ, വന്നിട്ടാണെങ്കിൽ ആ കിട്ടിയ ഹെഡ്ലൈറ്റ് ബാക്കിലേക്ക് വെച്ച് ചെയ്യണം. അപ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ചെയ്യാം. ഇത് ബാക്കിലേക്ക് വെച്ചിട്ട് ആർ പ്രൈം ഇങ്ങനെ വെച്ചിട്ട് ഇത് ബാക്കിൽ ആർ പ്രൈം എഫ് ആർ പ്രൈം ബി ടു ആർ എഫ് പ്രൈം ആർ പ്രൈം ബി ടു ആർ ടു. അപ്പോൾ നമുക്ക് കാണാം ഈ ക്യൂബിൽ ഇവിടെ ഹെഡ്ലൈറ്റ് ഫോം ചെയ്തത്. ബാക്കിൽ തന്നെ ഫോം ചെയ്യണമെന്നില്ല, പക്ഷെ നമുക്ക് എവിടെയും ഫോം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ബാക്കിൽ ഇഷ്ടമുള്ള പാർട്ട് വെച്ച് ചെയ്യാം. പക്ഷേ ഇനിയിപ്പോൾ ഹെഡ്ലൈറ്റ് കിട്ടിയതുകൊണ്ട് നമുക്ക് ഈ കിട്ടിയ ഹെഡ്ലൈറ്റ് ബാക്കിലേക്ക് വെച്ചിട്ട് സെയിം ഇക്വേഷൻ അപ്ലൈ ചെയ്യാം.
അപ്പോൾ നമുക്ക് ബാർ കിട്ടും. ബാർ കിട്ടിയിട്ടില്ലെങ്കിൽ ബാറിൻ്റെ ഇക്വേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ബാർ നമുക്ക് ഓൾറെഡി കിട്ടും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഹെഡ്ലൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒന്ന് ബാർ ആയിരിക്കും. നമുക്ക് ചെയ്ത് നോക്കാം. R prime F R prime B2 R F prime R prime B2 R2. അപ്പോൾ നമുക്ക് കാണാം ഫുൾ സൈഡ് ഹെഡ്ലൈറ്റ് ആയത്, അതായത് സെയിം ഡിഫറെൻറ്റ് അപ്പോൾ ഇതാണ് ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ഹെഡ്ലൈറ്റ് കിട്ടുക, അതായത് ആദ്യം ഹെഡ്ലൈറ്റ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഹെഡ്ലൈറ്റ് ബാക്കിലേക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടും. ചിലപ്പോൾ ഇതേപോലെ കിട്ടുന്ന കൂട്ടത്തിൽ ബാറും കിട്ടും, 3 കളേഴ്സ് സെയിം ആയത്. കിട്ടിയില്ലെങ്കിൽ ബാറിൻ്റെ ഇക്വേഷൻ ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല, അപ്പോൾ നമുക്ക് ബാറിൻ്റെ ഇക്വേഷൻ ചെയ്യാം. നമുക്ക് ബാറ് കിട്ടിയിട്ടില്ല, ചിലപ്പോൾ ഈ ഹെഡ്ലൈറ്റ് ഇക്വേഷൻ ചെയ്യുമ്പോൾ ബാർ വരും. ഇപ്പോൾ ബാർ കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് ചെയ്യാണ്. R U prime R U R U R U prime R prime U prime R2. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഒരു ബാർ ഫോം ചെയ്തത് കാണില്ലേ, ഈ ബാർ ഫോം ചെയ്ത് കാണാം. ഇവിടെ സെയിം നേരത്തെ പോലത്തെ ഹെഡ്ലൈറ്റ് ആണ്. അപ്പോൾ ബാർ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് ബാർ കിട്ടും. ഈ ബാർ കിട്ടിയിട്ട് ഇല്ലെങ്കിൽ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ ബാർ ഒന്ന് കിട്ടി, അപ്പോൾ നമുക്ക് ഈ ബാർ ബാക്കിലേക്ക് വെച്ചിട്ട് സെയിം ഇക്വേഷൻ ഒന്നും കൂടി അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്തിട്ട് പിന്നെയും അത് സെയിം ചിലപ്പോൾ ഇങ്ങനെ ആവും, അത് അപ്ലൈ പിന്നെയും ഒന്ന് ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ചെയ്ത് നോക്കാം. R U prime R U R U R U prime R prime U prime R2. നമുക്ക് കാണാം ഒരു മാറ്റവും ഇല്ല, പക്ഷെ ബാർ അതേപോലെ നിൽക്കേണ്ടത്. ഇത് സെയിം ബാർ ബാക്കിലേക്ക് വെച്ചിട്ട് ഒന്നും കൂടി ചെയ്യാം. R U prime R U R U R U prime R prime U prime R2. ഇതോടെ നമ്മുടെ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് സോൾവ് ആയിരിക്കുകയാണ്. ഈസി അല്ല, ഈ വീഡിയോ ഈസിയാണ്. നമ്മുടെ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാം. റെഡ്, വൈറ്റ്, ഓറഞ്ച്, യെല്ലോ, ബ്ലൂ ഒക്കെ ഉണ്ട്. എല്ലാ കളേഴ്സും കംപ്ലീറ്റ് ആയി എന്ന് കാണാം. ഫുൾ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മളെ ബ്രോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചു തന്നതെല്ലാം ഒരു റീക്യാപ്പായിട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് റുബിക്സ് ക്യൂബ് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവാൻ, സോൾവ് ചെയ്യുന്നത് ശരിക്കും മനസ്സിലാവാൻ, എങ്ങനെ അൽഗോരിതംസ് യൂസ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ പഠിച്ചത് ഒരു ഇതായിട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാനൊരു സോൾവ്ഡ് എക്സാമ്പിൾ കാണിച്ചു തരാം. സ്റ്റാർട്ട്. മണ്ണിൻ്റെ ചുറ്റും വെള്ളം കൊണ്ടുവരാണ്. മണ്ണിൻ്റെ ചുറ്റും വെള്ളം കൊടുന്നു. അപ്പോൾ നീ സെൻറ്ററെ കണക്ട് ചെയ്ത് ക്രോസ് പീസ് കണക്ട് ചെയ്ത് വൈറ്റ് ക്രോസ് ഉണ്ടാക്കുകയാണ്. വൈറ്റ് ക്രോസ് റെഡി. നമുക്ക് അൽഗോരിതംസ് ഞാൻ യൂസ് ഉണ്ടായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പോൾ അൽഗോരിതം യൂസ് ചെയ്യാൻ ഞാൻ സോൾവ് ചെയ്യുക, അതുകൊണ്ട് അൽഗോരിതം പറയുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് മുന്നേ ചെയ്ത ഈ വീഡിയോയിൽ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ആയി നോക്കി അൽഗോരിതം പഠിച്ചാൽ മതി. ഇതിൽ അൽഗോരിതം യൂസ് ചെയ്യാൻ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യാൻ പഠിച്ച പിന്നെ ചെറിയ സിമ്പിൾ അൽഗോരിതം പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ചെയ്യാണ് അൽഗോരിതം യൂസ് ചെയ്യാതെ തന്നെ. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ വൈറ്റ് ഫുള്ളായിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആയി. നമുക്ക് മറ്റേ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്ത് ചെയ്യാം. കണക്ട് ചെയ്തു. ഏത് ഈ ഓറഞ്ച് നിൽക്കുന്നത് ഈ സൈഡിലാണ്. അപ്പോൾ ഒരു അൽഗോരിതം ചെയ്യാം. U R പ്രൈം നേരത്തെ ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ് ആക്കി. ഇനി അടുത്ത് സെക്കൻഡ് ലെയർ വേറെ പീസ് നോക്കാം. ഈ പീസ് ഗ്രീൻ ആൻഡ് റെഡ്. ഗ്രീനിലേക്ക് വെക്കാം. റെഡ് ഈസ് ലെഫ്റ്റ് സൈഡ്. അപ്പോൾ അൽഗോരിതം ചെയ്യാം. U പ്രൈം L പ്രൈം U പ്രൈം L. അപ്പോൾ അങ്ങനെ കിട്ടും. കംപ്ലീറ്റ് ആക്കി ഇൻസേർട്ട് ചെയ്തു. ഞാൻ അടുത്ത് നോക്കാം. ഇത് റെഡ് ഈ സൈഡിലാണ്. അപ്പോൾ U R പ്രൈം ഇത് കംപ്ലീറ്റ് ആക്കി.
ഇനി അടുത്തത് ബ്ലൂ ആൻഡ് ഓറഞ്ച് കണക്റ്റഡ് ടു ബ്ലൂ സെൻറ്റർ പീസ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് യു പ്രൈം എൽ പ്രൈം യു പ്രൈം എൽ. അങ്ങനെ നേരത്തെ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആകുന്നത് പോലെ ഈ വൈറ്റ്. അപ്പോൾ സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് ലെയർ കംപ്ലീറ്റ് ആക്കും നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് അൽഗോരിതം ചെയ്യാം. സ്മോൾ ലെറ്റർ എഫ് ആർ യു ആർ പ്രൈം യു പ്രൈം സ്മോൾ ലെറ്റർ എഫ് പ്രൈം. ക്രോസ് കിട്ടി. ക്രോസ് കിട്ടിയാൽ ഈ ക്രോസിൻ്റെ കേസ് നിങ്ങൾക്കറിയാം, ഇത് ഈ സൈഡിലേക്ക് പോണ പോലെ പിടിക്കണം. അതായത് നമ്മൾ ഫ്രണ്ട് സൈഡ് ഇതാണെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് പോണ പോലെ വെക്കുക. എന്നിട്ട് ആർ യു ആർ പ്രൈം യു ആർ ടു യു ആർ പ്രൈം. ഇങ്ങനെ കിട്ടി. സെയിം ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്യുക. ആർ യു ആർ പ്രൈം യു ആർ ടു യു ആർ ഡാഷ്. അപ്പോൾ കിട്ടി. ആർ പ്രൈമും ആർ ഡാഷും സെയിം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഹെഡ്ലൈറ്റിൻ്റെ ഇക്വേഷനാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഹെഡ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ സിംപ്ലി ഹെഡ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ചെയ്യേണ്ടത് ബാക്കിലേക്ക് വെച്ച് ചെയ്യാം. ആർ പ്രൈം എഫ് ആർ പ്രൈം ബി ടു ആർ എഫ് പ്രൈം ആർ പ്രൈം ബി ടു ആർ ടു. ഇപ്പോൾ ഹെഡ്ലൈറ്റ് കംപ്ലീറ്റ് ഫില്ലായി. ഇനി ബാർ കിട്ടാത്തത് കൊണ്ട് വെറുതെ ബാറിൻ്റെ ഇക്വേഷൻ ചെയ്യുമ്പോൾ ബാർ കിട്ടും. ആർ യു പ്രൈം ആർ യു ആർ യു ആർ യു പ്രൈം ആർ പ്രൈം യു പ്രൈം ആർ ടു. നമുക്ക് ബാർ കിട്ടി. ഇനി ബാർ ബാക്കിലേക്ക് വെച്ച് ബാക്കിലേക്ക് വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ബാർ ആവുന്ന സെയിം ഇക്വേഷനെ റിപ്പീറ്റ് ചെയ്താൽ മതി. ബാക്കിലേക്ക് വെച്ചിട്ട് ആർ യു പ്രൈം ആർ യു ആർ യു ആർ യു പ്രൈം ആർ പ്രൈം യു പ്രൈം ആർ ടു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ അപ്പർ ലെയർ ഒന്ന് ജസ്റ്റ് ടേൺ ചെയ്യുക, മൂവ് ചെയ്യുക. അതായത് നിരന്തരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെ റുബിക്സ് ക്യൂബിൻ്റെ കംപ്ലീറ്റ് അൽഗോരിതം വെച്ചിട്ട് ഒരു സോൾവ്ഡ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആയി. 7 സ്റ്റെപ്പ് ലെയർ ബൈ ലെയർ ആയിട്ടുള്ള ബിഗിനേഴ്സ് മെത്തേഡാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത്. ഫുൾ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആയി. ഇത് വളരെ ഈസിയായ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം ഇത് പഠിപ്പിച്ചു കൊടുത്തത് എൻ്റെ അനിയത്തിക്കാണ്. ഫസ്റ്റ് ഞാനിത് പഠിച്ചത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടാണ് ഇത് പഠിച്ചത്. ഇത് പഠിച്ചിട്ട് 2-3 കൊല്ലമായി. അപ്പോൾ എൻ്റെ അനിയത്തിക്കാണ് ഞാൻ ആദ്യം ഇത് പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇത് ചെയ്ത് കാണിക്കുന്നതിന് മുമ്പ്, അതായത് ഞാൻ ചെയ്ത് ഒന്ന് കാണിക്കാം, അതിന് മുമ്പായിട്ട് എൻ്റെ അനിയത്തി ആദ്യം ചെയ്ത് കാണിച്ചു തരും. അത് 2 മിനിറ്റിൻ്റെ ആൾക്ക് ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു തന്നല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് എൻ്റെ അനിയത്തി ആണിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവളെന്തോ പറയാനുണ്ട്. ഇതിപ്പോൾ ബ്രദറ് സ്ക്രബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് എനിക്കാണ് അവൻ പഠിപ്പിച്ചു തന്നത്. പക്ഷെ അപ്പം എനിക്ക് കുറച്ച് ടഫ്നെസ് ഉണ്ടായിരുന്നെങ്കിലും ഭയങ്കര ഈസി ആയിട്ടാണ് ഞാൻ പഠിച്ചത്. അപ്പം നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. അവിടെ എത്ര എളുപ്പം സോൾവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. 2 മിനിറ്റിനുള്ളിൽ സോൾവ് കംപ്ലീറ്റ് ആവുന്ന ഭയങ്കര സ്പീഡിൽ ചെയ്തിരുന്നു. പിന്നെ പ്രാക്ടീസ് ഇല്ലാതായപ്പോൾ സ്ലോയിലായതാണ്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. കുറച്ച് ഇതിനകത്ത് തെന്നി വീണു. കുറച്ച് ടൈമായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി അവൾ കുറച്ച് പതുക്കെ ചെയ്യാണ്.
മഞ്ഞൻ്റെ ആ ഒരു ഇത് കറക്റ്റ് ആവണില്ല. ബാർ ഫോം ലൈറ്റ് ഫോം ഫുള്ളായിട്ട് കിട്ടി. ഇപ്പോൾ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ അവൾ റുബിക്സ് ക്യൂബ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത സെയിം ട്രിക്കിലാണ് അവൾ കംപ്ലീറ്റ് ആക്കിയ റുബിക്സ് ക്യൂബ്. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി ഞാൻ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവൾ അനിയത്തിൻ്റെ റുബിക്സ് ക്യൂബ് സോൾവിങ് കണ്ടു. ഇനി ഞാനാണ് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അനിയത്തി സ്ക്രബിൾ ചെയ്ത് തന്നിട്ടുണ്ട്, അൺസോൾവ്ഡ് മോഡാക്കി തന്നിട്ട്. ഇനി ഞാൻ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. എന്നെക്കാളും കുറച്ച് സമയത്തിലാണ് അവൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് 7 സ്റ്റെപ്പ് ലെയർ ബൈ ലെയർ ആയ ബിഗിനേഴ്സ് മെത്തേഡാണ്. വെരി സിമ്പിളാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം പഠിക്കാൻ പറ്റും. എത്ര പ്രായം ചെന്നവർക്കും ചെറിയ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ പറ്റും. ഇത് ഭയങ്കര ഈസിയാണ്. മെത്തേഡ് ഭയങ്കര ഈസിയാണ്. ഇത് ഒരു 5 ഡേയ്സിനുള്ളിൽ പഠിക്കുക. സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 മിനിറ്റ് സോൾവ് ചെയ്യാൻ പഠിക്കുമെങ്കിലും ഒരു 1 മിനിറ്റിനുള്ളിൽ പ്രാക്ടീസ് വഴി ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഞങ്ങളെ നിധൂസ് വേൾഡിൻ്റെ കൂടുതൽ വീഡിയോസിന് ഞങ്ങളെ നിധൂസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബാർ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ചാനലിനെ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ക്യൂബ് സോൾവ് ചെയ്ത വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ ചോദിക്കാം, DM ചെയ്താൽ മതി. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലെ പേര് നിധൂസ് വേൾഡ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിധൂസ് വേൾഡിൻ്റെ പേജും അതിൻ്റെ ലിങ്കും അതിൽ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാം. എല്ലാത്തിനും ഞാൻ ഉത്തരം പറയുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായെന്ന വിശ്വാസത്തിൽ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ നോട്ടിഫിക്കേഷനായി ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.